എന്താണ് മോണരോഗം? ഹായ്, ഞാൻ ഡോക്ടർ തെരേസ് ജെയിംസ്, മാക്കേ ഡെന്റൽ ക്ലിനിക് കലൂരിലെ കൺസൾട്ടൻറ്റ് പെരിയോഡോണ്ടിസ്റ്റ് ആണ്. ഡയബറ്റീസ് ഉള്ള പേഷ്യൻസിലെ ഏറ്റവും കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ഡെന്റൽ പ്രോബ്ലമാണ് മോണരോഗം. നമ്മുടെ പല്ലുകളിലെ അതിൻ്റേതായ പൊസിഷനിൽ പിടിച്ചു നിർത്തുന്ന കുറച്ച് സപ്പോർട്ടിംഗ് സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഏറ്റവും സൂപ്പർഫിഷ്യൽ ആയിട്ട് കാണുന്നതാണ് മോണ. അതിൻ്റെ താഴെ കുറച്ച് പേശികളുണ്ട്, പെരിഡോണ്ടൽ ലിഗമെന്റ് എന്ന് പറയും. ഡീപ്പായിട്ടുള്ള ലെയറാണ് ബോൺ. അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു ലെയറിലോ അല്ലെങ്കിൽ എല്ലാ ലെയേഴ്സിലെയും എഫക്റ്റ് ചെയ്യുന്ന ഒരു ഇൻഫെക്ഷനാണ് മോണരോഗം. പിന്നെ കാണുന്ന ചേഞ്ചസ് എന്ന് വെച്ചാൽ മോണേൻ്റെ കളറിൽ വ്യത്യാസം ഉണ്ടാകും. അതായത് ഹെൽത്തി ആയിട്ടുള്ളൊരു മോണ പിങ്ക് കളറായിട്ടായിരിക്കും കാണുന്നത്. മോണയിൽ ഇൻഫെക്ഷൻ വരുമ്പം മോണയ്ക്ക് കുറച്ചും കൂടി ഒരു റെഡിഷ് കളറായിരിക്കും ഉണ്ടാകുന്നത്. ഇനി ഈ ഇൻഫെക്ഷൻ ഡീപ്പർ ലെയേഴ്സിലോട്ട് സ്പ്രെഡ് ആകുമ്പം മോണയിൽ അവിടെ ഇവിടെയായിട്ട് പഴുപ്പ് കെട്ടി നിൽക്കാം. പഴുപ്പ് കെട്ടിയെന്ന് കുമള പോലെ അവിടെ ഇവിടെയായിട്ട് ഉണ്ടാവുന്നതാണ്. അത് പ്രത്യേകിച്ച് ഡയബറ്റീസ് പേഷ്യൻസിൽ കാണുന്ന ഒരു ലക്ഷണമാണ്. മൾട്ടിപ്പിൾ ആബ്സസസ് എന്ന് പറയും. ഈ ഇൻഫെക്ഷൻ കൂടുതലും ബോണിലോട്ട് കടക്കുമ്പം ഈ പല്ലുകൾ തമ്മിലുള്ള അകലം കൂടുന്നതായിട്ട് ശ്രദ്ധിക്കാം. അതായത് പേഷ്യൻസ് നമ്മുടെ അടുത്ത് വന്ന് പറയും, ഡോക്ടറെ ചെറിയൊരു പീരീഡ് ഓഫ് ടൈമിൽ തന്നെ പല്ലുകൾ തമ്മിൽ ഗ്യാപ്പ് കൂടുന്നതായിട്ട് തോന്നുന്നുണ്ടെന്ന്. അപ്പം ഇതും മോണരോഗത്തിൻ്റെ ഒരു ലക്ഷണമാണ്. ഇതിന് പത്തോളജിക് മൈഗ്രേഷൻ എന്ന് പറയും. ഫൈനൽ സ്റ്റേജ്, അഡ്വാൻസ് സ്റ്റേജസിലോട്ട് എത്തുമ്പം പല്ലുകൾ ഇളകാൻ തുടങ്ങും. ആൻഡ് ഇവൻച്വലി അത് ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പല്ലുകൾ കൊഴിഞ്ഞു പോകും. ഇതാണ് മോണരോഗത്തിൻ്റെ സൈക്കിള്.